ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ എൽ ഡി എഫിന് വലിയൊരു പ്രതീക്ഷയായിരുന്നു. മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നുള്ളത്. അതിന് വേണ്ട തരത്തിലുള്ള PR വർക്ക് ഒക്കെയായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലംപരിശായി മാറുകയും ചെയ്തു. UDF പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയവും കൈക്കൊണ്ടു. പിന്നീട് ഇങ്ങോട്ട് ഈ LDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടകാലത്തിൻ്റെ നാളുകളിലേക്ക് കടന്നു. ശബരിമല വിഷയം അതിരൂക്ഷമായി മാറി. പാർട്ടിയെ തന്നെ പലതരത്തിലും പ്രതിരോധിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ശബരിമല വിഷയം നിൽക്കുകയാണ്. പക്ഷെ അതിനുശേഷമാണ് കൂടുതലായിട്ട് കത്തിക്കയറിയത്. ഓരോ ദിവസം കഴിയുന്തോറും നിരവധി കാര്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വരുന്നത്. ഉത്തരം കിട്ടാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. ഇങ്ങനെ പലതരത്തിലും പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും എന്തു പറഞ്ഞുകൊണ്ടാണ് ഇനി ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നത്? അങ്ങനെ നോക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യാൻ എപ്പോഴും CPMന് ഒരു പ്രത്യേക ചാതുര്യമുണ്ടെന്നുള്ളതാണ്. അത് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക ഒരു ബ്രെയിൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കാനായിട്ട് അണികളും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അത്രത്തോളം അവരുടെ എല്ലാ തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്കും അന്ധമായി വിശ്വസിച്ച് മുന്നേറുന്നവർ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരവസരത്തിൽ ഈ CPM എന്ത് പറഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർ പലവട്ടം ആലോചിച്ച് നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ പലതരത്തിലും നേതാക്കന്മാര് ഭവന സന്ദർശനം നടത്തുന്നു. അതൊരു വലിയൊരു വിജയത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊരു ഒരു തന്ത്രപൂർവം കയ്യിലെടുക്കുകയാണ്. അവിടെ ചെന്ന് അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പറയാതിരിക്കുക, എല്ലാം കേൾക്കുക. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന അവസാനം പറയുക. അപ്പോൾ അവിടെ ചെന്ന് കേൾക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ, ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആവേശത്തോടെ പറയുന്നു. നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും എല്ലാം അവർ ചിലപ്പോൾ വിളിച്ചു പറയും. പിന്നെ വലിയ സാംസ്കാരിക പുങ്കവനും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ട് നിൽക്കുന്ന MA ബേബിയെ പോലുള്ളവര് പാത്രം കഴുകുകയും വാഷ്റൂം ക്ലീൻ ചെയ്യാൻ കയറുകയും ഒക്കെ ചെയ്യും. അത് ഒരു വഴി കൂടെ നടക്കുകയും ചെയ്യും. CPMന്റെ മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ ശബരിമല വിഷയത്തിനകത്ത് നിയമസഭയിൽ ഉണ്ടായ കലുഷിതമായ രംഗം. UDF LDFനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ അതിനു മുൻപേ തന്നെ ഭരണപക്ഷം വോക്കൗട്ട് നടത്തി ഇറങ്ങിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഭരിക്കുന്നവർ തന്നെ. കഴിഞ്ഞ ദിവസം അതാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത്. അതിന് UDF ശബരിമല കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കോൺഗ്രസുകാരും അവരെ പഴിചാരിക്കൊണ്ടാണ് വോക്കൗട്ട് നടത്തിയിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതോ ശൈലജയാണ്. KK ശൈലജ 2021 മത്സരിച്ചു മട്ടന്നൂരിൽ നിന്ന്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് KK ശൈലജയ്ക്കാണ്. 2016 മുതൽ 2021 മുതൽ KK ശൈലജ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ നിറഞ്ഞു നിന്നപ്പോഴാണ് പിണറായി മാറ്റിയിരുത്തി കളഞ്ഞത്. വെറും MLA മാത്രമാക്കി. മറ്റു വൻമരങ്ങളെ പിഴുതു കളഞ്ഞപ്പോൾ ഈ ഒരു വൻമരത്തിന് MLA സ്ഥാനം കൊടുത്ത് മാത്രം ഒതുക്കിയിരുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മൾ 5 വർഷക്കാലം ആരോഗ്യരംഗത്ത് കണ്ട താളപ്പിഴ. അങ്ങനെ KK ശൈലജയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ വോക്കൗട്ട് നടത്തി പുറത്തേക്ക് വരുമ്പോൾ വാർത്താ മാധ്യമ പ്രതിനിധികളോട് സംസാരിച്ചത് തന്നെ.
അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കെ ശൈലജയെ മുന്നിൽ നിർത്തുകയാണോ, എന്നിട്ട് കേരള ജനതയെ മുഴുവൻ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമമാണോ? ഇതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ കേട്ട മുദ്രാവാക്യം മറക്കാൻ കഴിയില്ലല്ലോ. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും. അങ്ങനെയുള്ള ഇടത്ത് നമ്മൾ കണ്ടത് പിന്നീട് ആര് ഭരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ ഒരു തന്ത്രമാണിത്, കെ ശൈലജയെ മുന്നിൽ നിർത്തിയത്. ഓർക്കുക, 2016 അധികാരത്തിൽ വരാൻ പോകുന്നത് പിണറായി വിജയനാണ് എന്ന് ഏവർക്കും കൃത്യമായി അറിയാം. എന്നിട്ട് പോലും സകല മണ്ഡലങ്ങളിലും ധർമ്മട ഉൾപ്പെടെ എല്ലായിടങ്ങളിലും ഫ്ലെക്സ് വെച്ചപ്പോൾ അതിന്റെ VS-ന്റെ പടമായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടഭ്യർത്ഥന നടത്തിക്കൊണ്ടുള്ള ഫ്ലെക്സിൽ VS ആയിരുന്നു പറഞ്ഞു നിന്നിരുന്നത്. 2021 വന്നിട്ടും എന്തിന് VS നമ്മുടെ ഇടയിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ചെയ്തത്? VS-ന്റെ പടം വെച്ചുള്ള എവിടെയെങ്കിലും പിണറായിയുടെ പടം വെച്ചിരുന്നോ? ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും ഏതെങ്കിലും ഒരു വാർഡിൽ പിണറായി വിജയന്റെ പടം വെച്ചിരുന്നോ? BJP ചെയ്തല്ലോ. നരേന്ദ്രമോദിയുടെ പടമാണ് ഇന്നല്ല വെച്ചത്. കോൺഗ്രസ്സുകാർ ചെയ്തല്ലോ. രാഹുൽ ഗാന്ധിയുടെ പടം. ഇവിടെ CPM-കാർ ചെയ്തോ? പിണറായി വിജയന്റെ പടം അവിടെ അടുപ്പിച്ചില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. 2016-ലും 2021-ലും ധർമ്മടം മണ്ഡലത്തിൽ പോലും VS അച്യുതാനന്ദന്റെ പടം വെച്ചുള്ള ഫ്ലെക്സാണ് അവിടെ നിരന്നത്. പിണറായിക്ക് അറിയാം പിണറായി ജനപ്രിയനല്ല എന്നുള്ളത് കൃത്യമായി അറിയാം. പക്ഷേ കെ ശൈലജയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? വോട്ട് നേടുക, വീണ്ടും അധികാരത്തിൽ എത്തുക. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് പിന്നീട് അറിയാം. അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത്രത്തോളം വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്ത്രപൂർവം കയ്യിലെടുക്കാനുള്ള വിരുദ് CPM-നുണ്ട്. അത് CPM-നെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മാർപ്പാപ്പയെ കുമ്പസരിപ്പിക്കാൻ പഠിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിനുള്ള PR വർക്കും അതിനുള്ള തന്ത്രശാലിത്വവും ക്യാപ്സൂളുകളും കാര്യങ്ങളും ഒക്കെ മെനഞ്ഞു നിർത്തുന്ന ഇടമാണ് CPM എന്ന് പറയുന്നത്. വളരെ ആസൂത്രിതമായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നിയമസഭയിൽ നിന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ശബരിമല വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് വോക്കൌട്ട് നടത്തി ഇറങ്ങി വരുന്നു. കെ ശൈലജ അതിന് നേതൃത്വം കൊടുക്കുന്നു. കെ ശൈലജ നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള വേറൊരു ശ്രമമാണ് നടത്തുന്നത്. മറ്റൊന്ന്, എല്ലാവരുടെയും വീടുകളിലേക്ക് നേതാക്കന്മാരെത്തുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ അവരോടൊന്നും എതിർത്ത് പറയാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റി എന്നുള്ളത് ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നത്. ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടും എങ്ങനെയും ഈ ജനങ്ങളെ മൂന്നാം തവണയും തങ്ങളുടെ പാട്ടിലാക്കാമെന്നാണ് കരുതുന്നത്. 2021 എങ്ങനെ അധികാരത്തിൽ വന്നു എന്ന് നമുക്കറിയാം. ഒരു സൗജന്യ പെരുമഴ തന്നെ കേരളത്തിൽ ഉണ്ടായി. അത് ഏവർക്കും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഏത് സമ്പന്നന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിന് വേണ്ടതായ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം വീടുകളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് മാത്രം ഒരു രക്ഷകനായിട്ട് ഞങ്ങളുടെ മുന്നിൽ എത്തി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് വോട്ട് നേടി സൗജന്യത്തിലൂടെ വിജയിച്ചതാണ്. അത് മൂന്നാം തവണയും ഏതെങ്കിലും തരത്തിൽ ആവർത്തിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ്. അതിനാണ് ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്ന ഒരു ഭാഗത്ത് ജനങ്ങളുടെ അടുക്കലേക്ക് വീടുകളിലേക്ക് എത്തുന്നു. അവരോട് കൂടുതൽ അടുപ്പത്തോടെ സ്വാതന്ത്ര്യത്തോടെ തോളിൽ കൈയിട്ട് വരെ സംസാരിക്കുന്നു.
നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാൻ എന്നും നിൽക്കുന്നത്, ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതെല്ലാം വേറൊരു കാപട്യത്തിന്റെ മുഖമല്ലേ, പിണറായി വിജയന്റെ വേറൊരു തന്ത്രമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാം വട്ടത്തെ വരവിന് വേണ്ടിയുള്ള അടവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.